ഇന്നത്തെ കോഫി വിത്ത് കെ പിയിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കോഫി വിത്ത് കെ പിയിൽ നമ്മുടെ അതിഥിയായിത്തിരിക്കുന്നത് ജോബി സ്റ്റീഫനും മാർട്ടിനും കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഷിക്കാഗോ മലയാളികളുടെ ഇടയിൽ വളരെ സുപരിചിതരാണ്. ഗ്ലെൻഡേൽ ഹൈറ്റ്സ് സിറ്റിയുടെ പ്രത്യേക ആദരവുകൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക ആദരവുകൾ, അവർ കൂടി നിൽക്കുന്ന എലിയോസ് പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പ്രത്യേക ആദരവുകളൊക്കെ ഏറ്റുവാങ്ങി അവരിന്ന് മലയാളികളിടയിൽ അവർ സുപരിചിതരായി നിൽക്കുകയാണ്. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാമിൻ്റെ പരിപാടി. ഒട്ടും കൂടുതൽ ആമുഖമില്ലാതെ നമ്മുടെ അഭിമുഖത്തിലേക്ക് കിടക്കുകയാണ്. ജോബി സ്റ്റീഫനെ ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ജോബി സ്റ്റീഫൻ എങ്ങനെയാണ് ഈ അടുത്ത സമയത്ത് മലയാളികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഷിക്കാഗോയിലുള്ള മലയാളികളുടെ ഇടയിൽ വളരെ സുപരിചിതനായത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് ഞാൻ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇവർ കഴിഞ്ഞ ദിവസം ഒരു കളിസ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീണ ഒരു പാകിസ്ഥാനി കളിക്കാരനെ അവർ CPR കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നെന്നുള്ള വിവരം അവർ താമസിക്കുന്ന ഗ്ലെൻഡേൽ ഹൈറ്റ്സിലെ സിറ്റി അധികാരികൾ അറിയുകയും അവരെ വിളിച്ച് പ്രത്യേകം അനുമോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ സംഭവം എന്ന് പറയുന്നത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ട് അവരെ എടുക്കുകയും അവരെ അനുമോദിക്കുകയും ചെയ്തു. ജോബി സ്റ്റീഫൻ, വീണ്ടും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എനിക്കറിയാം ജോബി സ്റ്റീഫൻ പല പ്രാവശ്യം പറഞ്ഞു ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം വലിയ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇത് മറ്റ് മലയാളികൾക്കൊരു മാതൃകയാകേണ്ടതിന് ചില ആപത്ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില ഫസ്റ്റ് എയ്ഡുകൾ, ചില അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മൾക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നുള്ളത് വെച്ചാണ് നമ്മൾ ഈ പരിപാടി ഈ സമയത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ജോബി സ്റ്റീഫൻ്റെ വീട് എവിടെയാണ്? എൻ്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ട. യെസ്. ഇവിടെ അമേരിക്ക വന്നിട്ട് എത്ര നാളായി? 2012 വന്നു. 2012 വന്നു. എന്ത് ചെയ്യുന്നു ജോബി? ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എവിടെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ പേഴ്സണലി UIC, യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയിലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ് ജോബി. ജോബിയുടെ വൈഫും ഒരു നേഴ്സാണ്. വൈഫിൻ്റെ പേരെന്നാ? ആൻസി. എവിടെ ജോലി ചെയ്യുന്നത്? ആൻസി VA ഒരു നേഴ്സാണ്. ഭാര്യയും ഭർത്താവും നേഴ്സുമാരാണ്. ആതുര ശുശ്രൂഷ രംഗത്താണ് കുടുംബവുമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ജോബി അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാം. ഞങ്ങൾ എല്ലാ ട്യൂസ്ഡേയിലും സോക്കർ ഗെയിം കളിക്കാറുണ്ട്. അന്നേ ദിവസം ഞങ്ങൾക്ക് ഒരു പ്ലെയറിൻ്റെ കുറവ് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഈ അപകടം പറ്റിയ പുള്ളിക്കാരനെ ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് 20 മിനിറ്റ്സിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ആൾ കുഴഞ്ഞു വീഴുകയും കുഴഞ്ഞു വീണതിന് ശേഷം പോയി അസിസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആളിന്... ആരാണ് അസിസ്റ്റ് ചെയ്തത്? ജോബിയാണ്. അതെ, ഞാനാണ് അസിസ്റ്റ്. ജോബിക്ക് അങ്ങോട്ട് പോകാനുള്ള കാര്യം എന്താ? ഒരാൾ വീഴുന്നു അല്ലേ? അദ്ദേഹം വീഴുന്ന കണ്ടുകൊണ്ട് ജോബി അടുത്ത് ചെല്ലുന്നു. അതെ, സാധാരണ ഞാനൊരു നേഴ്സും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ കളിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സാധാരണ ഞാൻ തന്നെയാണ് ആദ്യമേ കടന്നു ചെല്ലുന്നതും, അല്ലെങ്കിൽ അവർ തന്നെ ജോബി വന്ന് നോക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ ഫസ്റ്റ് ടൈം ചിന്തിച്ചത് ആരെങ്കിലും ഡീഹൈഡ്രേറ്റ് ചെയ്ത് വീണതായിരിക്കാം എന്നാണ്. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല ഇതിനു മുൻപ്. ആദ്യമായിട്ടാണ് കളിക്കാൻ വരുന്നത്. ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പിന്നീട് ഞാൻ അറിഞ്ഞത് ഒരു പാകിസ്ഥാനി സ്വദേശിയാണ്. അതെ, പാകിസ്ഥാനി സ്വദേശി. അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നുണ്ടോ? പുള്ളിയുടെ പേര് ഹാരിസ്. പാകിസ്ഥാൻ സ്വദേശിയായ ഹാരിസ് ആണ് അവിടെ കുഴഞ്ഞു വീഴുന്നത്. നേരത്തെ ഒരു പരിചയവും ഇല്ല. നിങ്ങൾ ഒന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് 10-16 പേരാണ് കളിക്കളത്തിലുണ്ട്. ഒരാൾ വീഴുന്നു, ജോബി അങ്ങോട്ട് ഓടിച്ചെല്ലും. അതെ, ഞാൻ ആ പുള്ളി വീണ് കഴിഞ്ഞ് ഞാൻ ചെല്ലുന്നു. അദ്ദേഹത്തെ നോക്കുമ്പോഴത്തേക്ക് ആദ്യമേ കാർഡിയാക് അറസ്റ്റാണെന്ന് അറിയുന്നില്ല. പക്ഷേ പുള്ളിക്കാരനെ തിരിച്ച് കിടത്തി പൾസ് ചെക്ക് ചെയ്തപ്പോൾ പുള്ളിക്കാരന് പൾസ് ഇല്ലായിരുന്നു. പൾസ് ഇല്ലയെന്ന് കണ്ടപ്പോൾ അപ്പോഴും തന്നെ ഞാൻ CPR സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ കൂടെ കളിച്ച് അവരോട് 911 വിളിക്കാനും അതുപോലെ AED എടുത്തുകൊണ്ട് വരുവാനായിട്ട് ഞാൻ പറഞ്ഞു. അതെ, ആവശ്യമായിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും ജോബി അന്നേരം കൊടുക്കും. ജോബി ആ സിറ്റുവേഷനെ ടേക്ക് ഓവർ ചെയ്തു. അതെ, എന്നിട്ട് CPR കൊടുക്കും. ഞാനപ്പോൾ കണ്ടിന്യൂസ് CPR ചെയ്യും. എൻ്റെ ഫ്രണ്ട് തന്നെ AED എടുത്തുകൊണ്ട് വരികയും ചെയ്തു. പക്ഷേ എൻ്റെ കൂടെ കളിക്കുന്ന ആർക്കും തന്നെ അതിനെക്കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് AEDയുടെ ബോക്സ് ഓപ്പൺ ചെയ്യാനും അതുപോലെ അതിനകത്ത് നിന്ന് പാഡ്, ഈ ഷോക്കിനോടുള്ള പാഡുണ്ട്, അത് എടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്കറിയാതെ CPR ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാർട്ടിനും അപ്പോഴത്തേക്ക് AED എടുക്കാൻ മാർട്ടിനും പോയായിരുന്നു. മാർട്ടിൻ AED... ആരാണ് ഈ മാർട്ടിൻ?
മാർട്ടിൻ എൻ്റെ വൈഫിന്റെ കസിനും കൂടെയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുകൂടിയാണ് കളിക്കാൻ പോകുന്നത്? മാർട്ടിൻ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന സാധാരണ. അതെ അതെ. അപ്പൊ മാർട്ടിൻ അവിടെ ഉണ്ടായിരുന്നു. മാർട്ടിൻ പറഞ്ഞ CPR ഏറ്റെടുത്തു. മാർട്ടിൻ CPRന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ഞാനപ്പോൾ AEDയുടെ പാഡ്സ് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യും. അപ്പം AED എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിഫിബ്രിലേറ്റർ ആണ്. അപ്പോൾ അത് നമ്മുടെ റിതം അനലൈസ് ചെയ്ത് അത് ഷോക്ക് അഡ്വൈസ് ചെയ്തു. അങ്ങനെ ഒരു ഷോക്ക് ഡെലിവറി ചെയ്യും. പിന്നെ CPR ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഈ സമയത്തൊന്നും ഹാരിസിന് ബോധമില്ല? ഇല്ല, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പൾസ് ഇല്ല. പൾസ് ഇല്ലാത്ത സമയം മരണം എന്നുള്ള രീതിയാണ്. അപ്പോൾ ഞാൻ CPR ഏറ്റെടുത്തു. കാരണം മാർട്ടിൻ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുമാണ്. അപ്പോൾ മാർട്ടിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക റെസ്പിറേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി മാർട്ടിനോട് ഞാൻ പറഞ്ഞു, മാർട്ടിൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായ് തുറക്കാനായിട്ടും അപ്പോൾ അതുവഴി അദ്ദേഹത്തിന് എയർ എടുക്കാനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ കണ്ടിന്യൂസ് CPR ചെയ്തു. സെക്കൻഡ് റൗണ്ട് CPR ഒരു 20 കംപ്രഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് മൂവ് ചെയ്തപ്പോൾ പൾസ് ചെക്ക് ചെയ്തപ്പോൾ ആളിന് പൾസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വിത്തിൻ മിനിറ്റ്സ് ഫസ്റ്റ് 2 പോലീസുകാർ കടന്നു വന്നു. അപ്പോൾ അവരോട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു മിനിറ്റ്, ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ഈ ഇവൻറ്റ് കഴിഞ്ഞപ്പോഴാണ് പാരാമെഡിക്സ് എത്തുന്നത്. അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. പാരാമെഡിക്സ് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം കണ്ണ് തുറക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചോദിക്കുകയും ആളപ്പോഴത്തേക്ക് ഫുള്ളി അവേക്ക് ആയിരുന്നു. പിന്നെ പാരാമെഡിക്സ് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഏത് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത്? ഗ്ലെനോക്സിലോട്ട്. അതെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിറ്റേന്ന് രാവിലെ അവർ ആൻജിയോഗ്രാം ചെയ്ത് 3 സ്റ്റെന്റ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി. അതെ, നമുക്ക് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമാണ് അവർ ചെയ്തത്. അപ്പം ഈ ഒരു സംഭവത്തെ സിറ്റി അധികാരികൾ എങ്ങനെ അവർ പെട്ടെന്ന് കണ്ടുപിടിച്ചോ? എങ്ങനെയായിരുന്നു ഈ ഒരു കാര്യം? ഇത് ഞങ്ങൾ സാധാരണ കളിക്കുന്നത് പാർക്ക് ഡിസ്ട്രിക്റ്റിലാണ്, ഗ്ലെൻഡൽ ഹൈറ്റ്സ് പാർക്ക് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പം പാർക്ക് ഡിസ്ട്രിക്ട് പോലീസുകാർ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇവൻ്റ് നടന്നതുകൊണ്ട് അത് ഓഫ് കോഴ്സ് പാർക്കുകാരും പോലീസ് അധികാരി അവരുടെ സിറ്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ലായിരുന്നത് കൊണ്ട് അവർക്കിതൊരു എക്സ്ട്രാ ഓർഡിനറി കാര്യമായി തോന്നിയതുകൊണ്ട് അവിടുത്തെ പോലീസ് ചീഫിന് ഞങ്ങളെ ഒന്ന് അനുമോദിക്കണമെന്ന് തോന്നി. പിന്നീട് അറിയാൻ കഴിഞ്ഞ് ഇതുപോലെ ഒരു ഇവൻ്റ് അവിടെ നടന്നു, ഇതുപോലെ അവർ AED ഉപയോഗിക്കുകയൊക്കെ ചെയ്തെങ്കിൽ തന്നെയും അവർക്ക് ആളെ മരിച്ചു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഞങ്ങളെ സിറ്റിസൺ റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്ന ഒരു അവാർഡ് ഞങ്ങൾക്ക് 2 പേർക്ക്, എനിക്കും മാർട്ടിനും അവർ തന്നു. സിറ്റിയിൽ വിളിച്ച് നിങ്ങളെ സിറ്റിയുടെ അവരുടെ ഒരു മീറ്റിങ്ങിന് മേയറും അതുപോലെ സിറ്റിയുടെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നപ്പോൾ അതുപോലെ തന്നെ WGN ന്യൂസ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു. വളരെ അനുകരണീയമായിരിക്കുന്ന ഒരു മാതൃക എന്നുള്ള രീതിയിൽ തന്നെ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് എന്നുള്ള ടൈറ്റിലിൽ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. TV-യിലൊക്കെ കാണാൻ തക്കണം. WGN ഞങ്ങൾ ഇൻ്റർവ്യൂ എടുത്തു. അവർ ഗ്ലെൻഡൽ ഹൈറ്റ്സ് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു സ്റ്റോറി കവർ ചെയ്യാൻ വന്നപ്പോഴാണ് അവർ ഈ വിവരം അറിയുന്നതും. അപ്പോൾ അവർ അപ്പോഴും തന്നെ ഈ സ്റ്റോറി അവർ കവർ ചെയ്യായിരുന്നു. അങ്ങനെയാണ് അത് ന്യൂസിൽ വന്നത്. വീണ്ടും നമ്മുടെ ഷിക്കാഗോ നടന്ന ഈ സംഭവത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടുള്ള അനുമോദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. കൺഗ്രാജുലേഷൻ. ഇതൊരു മാതൃക ആണ്. ഇവിടെ ഒന്നിൻ്റെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും വേറൊരു മനുഷ്യന് ഒരു ജീവിതത്തെ നീട്ടിയെടുക്കാനൊന്നും സാധിക്കത്തില്ല. കാര്യം നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഭദ്രമായിരിക്കുന്നു, അത് അവിടെ എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവം എപ്പോൾ എന്നാൽ ആ സമയത്തിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹജീവികളെ ചേർത്ത് വെക്കുക, അവർക്ക് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന അത്യാവശ്യമായിരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പൗരധർമ്മമാണ്. ആ ധർമ്മം നമ്മൾ നിർവഹിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ജോബിയും മാർട്ടിനും ചെയ്തത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കൂടെ ഇത് മാതൃകയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അവർ നേഴ്സും അതുപോലെ മറ്റേ ആൾ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുമൊക്കെ അതിന് ഈ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് അവർക്ക് ഇച്ചിരി ഈസിയാണ്. എന്നാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിൽ ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ഇടപെടലുകൾ നടത്തേണ്ടത് ആവശ്യമാണെന്നാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണുന്നത്. അവരെ ആദരിച്ചു, സിറ്റി ആദരിക്കുന്നു, സഭകൾ ആദരിക്കുന്നു. ഇവരെ നിങ്ങൾ പോകുന്ന ചർച്ച ഏതാണ്? ഞങ്ങൾ ഏലിയോസ് പെന്തക്കോസ്റ്റ് ചർച്ചിൽ. അതെ, പാസ്റ്റർ അവിടുത്തെ പാസ്റ്റർ പ്രിൻസ് പോൾ പാസ്റ്റർ ആയിരിക്കുന്ന
എലിയോസ് പെന്തക്കോസ്റ്റൽ ചർച്ച്. ആ ചർച്ചിലെ മെമ്പേഴ്സാണ്. അമേരിക്കയിൽ വന്നിട്ട് ഇപ്പോൾ 10-15 വർഷമാകും. എലിയോസ് ഫുൾ ഗോസ്പൽ ചർച്ച്. എലിയോസ് ഫുൾ ഗോസ്പൽ ചർച്ചിലാണ് അവർ പോകുന്നത്. അങ്ങനെ ആത്മീയ രംഗത്തും അവർ വളരെ സജീവമാണ്. സ്പോർട്സ് രംഗത്ത് അവർ സജീവമാണ്. മെഡിക്കൽ ഫീൽഡിൽ അവർ സജീവമാണ്. ഇത് ജോബി, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, ഹാരിസിനെ രക്ഷപ്പെടുത്തി, പിന്നീട് ഹാരിസുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ അദ്ദേഹത്തിനെ പിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. പക്ഷേ അദ്ദേഹം ഡിസ്ചാർജിന് ശേഷം എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും എൻ്റെ ഫാമിലി എന്നെ ഒരു VIP പോലെ എന്നെ ട്രീറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നെ ഞങ്ങളെ ഫാമിലിയായിട്ട് ഹാരിസ് ഫാമിലി ഞങ്ങളൊരു ലഞ്ചിന് അവർ ഇൻവൈറ്റ് ചെയ്യുകയും അവരുടെ സ്നേഹം ഞങ്ങളോട് കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് ശരി. അങ്ങനെ അപ്പോൾ ഇപ്പോഴും ഹാരിസും ചെറിയൊരു ബന്ധം? കാരണം ഹാരിസിന് 3 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. പിന്നെ വൈഫ്. ഹാരിസിന് എത്ര വയസ്സ് പ്രായം കാണും? ഹാരിസിന് 39. അത്രേ ഉള്ളൂ. 31 യൗവനക്കാരനാണ്. അതെ. ആ ഫാമിലിയായിട്ട് ഇപ്പോഴും ഒരു ചെറിയ കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനത് ആ ഒരു കണക്ഷൻ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നു. അതെ. ഈ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ജോബിക്കുണ്ടായ ഒരു റിയാക്ഷൻ എന്താണ് ജോബി? ഇതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, CPRൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാനൊരു വലിയ കാര്യം ചെയ്തെന്നുള്ളതല്ല, പക്ഷേ ആ ഒരു CPRൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് പലരോടും പറയാൻ കഴിഞ്ഞു. കാരണം ഈ ഒരു കാര്യം നടക്കുമ്പോൾ ഞങ്ങളൊരു 16 പ്ലെയേഴ്സ് അവിടെ ഉള്ളതിൽ ആർക്കും തന്നെ CPR മറ്റൊരാൾക്കാർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർക്കും അതൊരു ഓപ്പൺ മൈൻഡായി, ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ ചർച്ചിലായിരുന്നാൽ പോലും പലരും ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയില്ല. ഇത് എപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഭവനത്തിലായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി റീയൂണിയനിലായിരിക്കാം, നമ്മളൊരു ഗെറ്റ് ടുഗദറിലായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ അതൊരു പലരുടെയും മൈൻഡിലായിട്ടൊരു ഓപ്പൺ. കാരണം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് നമ്മുടെ സിറ്റിയെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ CPR ക്ലാസ്സുകൾ. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് 2ാമത്തെ കാര്യം. പിന്നെ ഒരു 3ാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയാത്തൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് എനിക്കിപ്പോൾ നല്ലൊരു കണക്ഷൻ. ഈ ലോകത്തിൽ ഒരാളെ എനിക്ക് ഇപ്രകാരം മെഡിക്കൽ കണ്ടീഷനിൽ ഒരാളെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ അതിനപ്പുറമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ആത്മാവിനെയെങ്കിലും നേടാൻ സാധിക്കണമെന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റുള്ള ഒരു ആഗ്രഹം. ഹാരിസ് എക്സാമ്പിൾ, ഇപ്പോൾ ഹാരിസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഞാൻ അദ്ദേഹമായിട്ട് ഇപ്രകാരം ഒരു സെക്കൻഡ് ലൈഫ് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം തൻ്റെ സെക്കൻഡ് ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കണം. ഏത് വിശ്വാസിയാണെങ്കിൽ തന്നെയും ദൈവത്തെക്കുറിച്ച്, ജീസസിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ എനിക്ക് അദ്ദേഹത്തിനോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലോടുകൂടി അദ്ദേഹത്തിന് അതിനെ കൂടുതലായിട്ട് കർത്താവിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് പറയണം, അദ്ദേഹത്തെ കർത്താവിന് വേണ്ടി നേടണം എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു ആഗ്രഹം. അതിന് ദൈവം എന്നെ സഹായിക്കട്ടെ. ഇത് കേൾക്കുന്ന ആൾക്കാരും അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ. നമ്മുടെ ലോകത്തിൽ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമുക്ക് അതാണ്, നമ്മുടെ കർത്താവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മുഖാന്തരമാകട്ടെ എന്നാണ് എനിക്കും പ്രാർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇൻസ്പിറേഷനായിട്ടാണ് ആ വാക്കുകൾ തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ CPR കൊടുത്ത് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് മാറി ജോബിൻ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നിത്യമായ നരകത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപ സ്വഭാവത്തിൽ നിന്ന് മാറി ക്രിസ്തുവിൻ്റെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം നിത്യതയ്ക്ക് അവകാശിയായിത്തീരുന്ന ആ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ മനസ്സ് വാഞ്ചിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യാശ നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, സമൂഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവരെ മതപരിവർത്തനം നടത്തുക എന്നുള്ളതോ നമ്മുടെ സഭയിലെ അംഗങ്ങളാക്കി തീർക്കുകയാണോ എന്നുള്ളതല്ല. അതിലെല്ലാം ഉപരി ലോക രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അവരൊന്ന് മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് അവർക്കൊരു വിടുതൽ വന്ന് ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന നിത്യരക്ഷ ിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രിയ ജോബിന് അങ്ങനെയുള്ള ഒരു താല്പര്യം മനസ്സിൽ ദൈവം കൊടുത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോബിൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും
അതിനുവേണ്ടി ഉപയോഗിക്കാം. പക്ഷേ അത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് CPR. ഇന്നത്തെ സമൂഹത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില ട്രെയിനിങ്ങുകളാണ് അത്. നമ്മുടെ സിറ്റികൾ, അടുത്തുള്ള സിറ്റികളിലേക്ക് അത് അവൈലബിൾ ആണ്. അത് ഫ്രീ ആയിട്ട് തന്നെ CPR നമ്മളെ പഠിപ്പിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, സിറ്റികളുടെ പല സംവിധാനങ്ങളുണ്ട്. അത് നമ്മുടെ സഭയിലേക്കുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ചിലരൊക്കെ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ചർച്ചിൽ വരുന്നവർക്കായിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും 10 പേര് കൂടുന്നിടത്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് മുമ്പേ പറഞ്ഞ പോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമായിട്ടെടുത്ത് മുമ്പോട്ട് പോകാൻ തക്കണം ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് ഇവിടെ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്ത ജോബിയോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നമ്മൾക്ക് വീണ്ടും ഇതുപോലുള്ള പ്രോഗ്രാമുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതോടെ ഇന്നത്തെ കോഫി വിത്ത് KP ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്തൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.